നമസ്കാരം. ഇന്ന് മകരം 1-ാം തീയതിയാണ്. ഒരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ ഒരു ദിവസം. കൂടാതെ ഈശ്വരാനുഗ്രഹം ഭൂമിയിൽ വളരെയധികം വർദ്ധിക്കുന്ന 6 മാസങ്ങൾ കൂടിയാണ് മകരം 1 മുതൽ ആരംഭിക്കുന്നത്. നാം ചില കാര്യങ്ങൾ അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമാണ്, അല്ലെങ്കിൽ ഈശ്വരന് പ്രീതികരമായ കാര്യങ്ങളാകുന്നു എന്ന് ആചാര്യന്മാർ പറയുന്നു. എന്നാൽ അവർ പറയുന്ന എല്ലാം എല്ലാവർക്കും ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. ഇതിനാൽ ചില കാര്യങ്ങൾ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. അത് ഏതൊരു സാഹചര്യത്തിലാണ് എങ്കിലും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതിന് പ്രത്യേകമായ ഒരു നിഷ്ഠ ആവശ്യമുള്ളതില്ല. വ്രതം അല്ലെങ്കിൽ ആഹാരത്തിൽ നിയന്ത്രണം, കുളിക്കണം പ്രത്യേക സമയത്ത് മാത്രം ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ഏകാഗ്രമായ മനസ്സോടെ ഒരു 5 മിനിറ്റ് സ്വസ്ഥമായി ഇരിക്കുവാൻ സാധിക്കുന്ന സമയം അത്രമാത്രം മതി. എന്നാൽ ഈ കാര്യം നാളെ സൂര്യോദയത്തിന് മുൻപായി തന്നെ ചെയ്യണം എന്ന പ്രത്യേകതയുമുണ്ട്. സൂര്യോദയം വരെ സമയമുണ്ട്. അതിനാൽ തീർച്ചയായും ആ ഒരു കാര്യം നിങ്ങൾ പ്രവർത്തിക്കണം. ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. വ്യക്തമായ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ പാടുള്ളതല്ല. ഒരു വ്യക്തമായ ഒരു ആഗ്രഹം, ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാകണം. വലിയ ആഗ്രഹങ്ങൾ, കുറെ സമയം എടുക്കുന്ന ആഗ്രഹങ്ങൾ അല്ല വേണ്ടത്. അതായത് വളരെ കാലങ്ങൾക്ക് ശേഷം നടക്കുന്ന ആഗ്രഹങ്ങളെക്കാൾ ചെറിയ ആഗ്രഹങ്ങൾ, അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് അനുകൂലമാകാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാം. അത്തരം ആഗ്രഹങ്ങളെ കുറിച്ചാണ് ഈ സമയം അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. മഞ്ഞ അല്ലെങ്കിൽ നീല നിറത്തിലുള്ള മഷിയാണ് ഇതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. മറ്റ് കളറുകൾ പാടുള്ളതല്ല. മഞ്ഞ അല്ലെങ്കിൽ നീല മഷി. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, എഴുതുന്നത് നിങ്ങൾക്ക് തെളിയണം എന്നുള്ളതാണ്. അതായത് വ്യക്തമായി തന്നെ നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. ഭംഗിയിൽ നിങ്ങൾ എഴുതണം. തെറ്റി എഴുതാൻ പാടുള്ളതല്ല. തെറ്റി എഴുതുന്നതിലൂടെ നിങ്ങൾ വിചാരിക്കുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. വ്യക്തമായ ആഗ്രഹം, അത് നിങ്ങൾ ഏകാഗ്രമായി ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഇപ്രകാരം പ്രവർത്തിക്കാൻ പാടൂ. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകാം. എന്നാൽ 1 മിനിറ്റ് നിങ്ങൾ ഏകാഗ്രമായി ഇരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് പെട്ടെന്ന് നടക്കുവാൻ സാധ്യതയുള്ള ചില ആഗ്രഹങ്ങൾ നിങ്ങളെ മനസ്സിലേക്ക് നൽകി എന്ന് വരാം. ആ ആഗ്രഹം നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. കഴിവതും മറ്റുള്ളവരുടെ മുൻപിൽ, അതായത് മറ്റ് വ്യക്തികൾ, അന്യരായ വ്യക്തികളാകാം, സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റ് വേണ്ടപ്പെട്ടവരോ ആകാം, ആര് തന്നെയാണ് എങ്കിലും പരമാവധി നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഈ കാര്യം പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. എഴുതിയതിനു ശേഷം മറ്റുള്ളവർ കണ്ടാൽ കുഴപ്പം ഇല്ല. എന്നിരുന്നാലും അത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ എഴുതുമ്പോൾ അവർ കാണരുത് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി എപ്രകാരമാണ് ഈ കാര്യം ചെയ്യേണ്ടത്? അതിനും വളരെയധികം പ്രാധാന്യമുണ്ട്. കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് ദർശനമായി ഇരുന്ന് വേണം ഈ ഒരു കാര്യം നിങ്ങൾ പ്രവർത്തിക്കുവാൻ. ഇടത് കൈയുടെ ഉള്ളം കൈയുടെ താഴെ, അതായത് വാച്ച് കെട്ടുന്ന ഒരു ഭാഗം, ആ വാച്ച് കെട്ടുന്നതിൻ്റെ അടുത്തായാണ് എഴുതേണ്ടത്. എവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇടത് കൈയുടെ ഉള്ളം കൈയുടെ താഴെ ആ വാച്ച് കെട്ടുന്ന ഭാഗത്തായി നിങ്ങൾ ഈ ഒരു വിശേഷപ്പെട്ട നമ്പർ എഴുതണം. നമ്പർ ഇപ്രകാരമാകുന്നു: 19751 1975 ഒന്നുകൂടി പറയാം: 1975 1
19751 എന്ന നമ്പർ നിങ്ങൾ എഴുതണം. അതിവേഗം കാര്യം നടക്കുന്നതായ ഒരു നമ്പറാണ് എന്ന പ്രത്യേകതയുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു നമ്പറായി നിങ്ങൾക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ എഴുതിയതിന് ശേഷം നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആ കാര്യത്തിനും പ്രാധാന്യമുണ്ട്. കുടുംബദേവത അല്ലെങ്കിൽ ഇഷ്ടദേവതയെ നന്നായി പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആരാണോ ആ ദേവതയെ, ആ ശക്തിയെ നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ച് ഏത് ആഗ്രഹമാണോ നടക്കേണ്ടത് അത് നടത്തിയതിന് നന്ദി എന്ന് പറയുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരല്പം പണമായിരിക്കാം ആവശ്യമായിട്ടുള്ളത്. ആ പണം നിങ്ങൾക്ക് ലഭിച്ചു എന്ന രീതിയിൽ നിങ്ങൾ നന്ദി പറയുക. എഴുതിയതായ നമ്പർ മാഞ്ഞു പോയാൽ അത് ദോഷമുള്ള കാര്യമല്ല. നമ്മളായിട്ട് മാച്ച് കളയുവാൻ നിൽക്കുവാൻ പാടുള്ളതല്ല. ആഗ്രഹം നടക്കുന്നത് വരെ പുറത്ത് പറയരുത് എന്ന കാര്യവും ഓർക്കണം. ഈ കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി മറ്റൊരു രീതിയിലും നിങ്ങൾക്ക് എഴുതാം. ഞാൻ എളുപ്പത്തിലുള്ള രീതിയാണ് പരാമർശിച്ചത്. ആദ്യം നിങ്ങൾക്ക് ഈ നമ്പർ നിങ്ങൾക്ക് എഴുതാം. അതിനുശേഷം നിങ്ങൾക്ക് അതിന് താഴെയായി താങ്ക്സ് യൂണിവേഴ്സ് എന്ന് എഴുതാം. അതിനുശേഷം അതിന് താഴെയായി നിങ്ങളുടെ ആഗ്രഹം നടന്നു എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഇപ്രകാരം എഴുതുന്നതും വളരെ ഫലപ്രദം തന്നെയാണ്. എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കും എന്നതിനാൽ അപ്രകാരവും നിങ്ങൾക്ക് ചെയ്യാം. എന്നാൽ ഏറ്റവും ഫലസിദ്ധി ലഭിക്കുവാൻ സാധ്യത കൂടുതൽ രണ്ടാമത് നിങ്ങൾ ചെയ്യുന്നതായ രീതിയാണ്. ഇപ്രകാരം ചെയ്യുമ്പോൾ നിങ്ങളുടെ കടമാണ് എങ്കിൽ കടം വീടി, അത്തരത്തിൽ നിങ്ങൾക്ക് ധന ഉയർച്ച വന്നു ചേർന്നു എന്ന് എഴുതാം. കടം വീടി എന്ന് എഴുതുന്നതിനേക്കാൾ ധനപരമായ ഉയർച്ച വന്നു ചേർന്നു എന്നാകാം. വിവാഹം നടന്നു എന്ന് എഴുതാം. കൂടാതെ നിങ്ങൾക്ക് ജോലി ലഭിച്ചു എന്ന് എഴുതാം. വിദേശത്ത് പോകുവാൻ സാധിച്ചു എന്ന് എഴുതാം. അല്ലെങ്കിൽ കാറ്, ബൈക്ക്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് പെട്ടെന്ന് നടക്കുവാനുള്ള കാര്യങ്ങളാകണം. അതൊരു വ്യക്തിയുടെ പിണക്കമാകാം. ആ പിണക്കം മാറി, അല്ലെങ്കിൽ അവരെന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു, ഞങ്ങൾ അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിൽ രത്നചുരുക്കമായി നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങളെ വളരെ ലഘൂകരിച്ച് നടന്നു എന്ന രീതിയിൽ എഴുതണം. ഈ കാര്യം നിങ്ങൾ എഴുതുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ശുഭ മാറ്റങ്ങൾക്ക് കാരണമായി തീരും. ഇപ്രകാരം എഴുതിയതിന് ശേഷം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ കാര്യം എഴുതിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മടക്കി നിങ്ങൾക്ക് വളരെ ശുദ്ധിയുള്ള ഒരിടത്ത് സൂക്ഷിക്കാം. അത് പൂജാമുറിയിലാണ് എങ്കിൽ പൂജാമുറിയിൽ നിങ്ങൾക്ക് വയ്ക്കാം. ഉത്തമമായ സ്ഥലമാണ്. അല്ലെങ്കിൽ ശുദ്ധിയുള്ള ഒരിടത്ത് വയ്ക്കാം. വടക്ക് ദിശയിൽ വയ്ക്കുന്നതും ഉത്തമമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് വയ്ക്കാം. പേഴ്സ് ശുദ്ധമാണ് എങ്കിൽ, അതായത് ബില്ലുകൾ കീറിയതല്ലാത്തതായ പേഴ്സുകളാണ് എങ്കിൽ നിങ്ങൾക്ക് അതിൽ സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇപ്രകാരം സൂക്ഷിക്കുന്നതിന് മുൻപ് പേഴ്സ് ഒന്നുകൂടി വൃത്തിയാക്കേണ്ടത് അനിവാര്യവുമാണ്. ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. ഏവർക്കും ഈ ലളിതമായ ഒരു പരിഹാരം, അല്ലെങ്കിൽ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു പരിഹാരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പൂർണ്ണമായും മനഃശുദ്ധിയോടെയും, അതായത് പൂർണ്ണമായും വിശ്വാസത്തോടെ ഈ ഒരു കാര്യം പ്രവർത്തിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.